ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ്. നമുക്ക് കുറേ കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കക്കയിറച്ചി എല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിനകത്ത് ധാരാളം മണ്ണും അഴുക്കും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സവാള മാത്രം ഇട്ടാണ് ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. സവാള, പച്ചമുളക് വേണേൽ പച്ചമുളക് ഇടാം. ഇവിടെ എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് എണ്ണ ഒഴിച്ച് നമ്മൾ സവാള ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പച്ചമണം മാറുന്ന വരെ മൂത്ത് വരണം നമ്മുടെ മുളകൊക്കെ. അതിനുശേഷം നമ്മൾ കക്കയിറച്ചി ഇട്ട് ഒന്ന് മൂടി വെച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ്. ഇതിപ്പം നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ എടുക്കത്തില്ലേ, നല്ല കറുപ്പിച്ചെടുക്കുന്ന പോലെ ആക്കി എടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ തൂകിയിരിക്കും. അപ്പോൾ ഇവിടെ വാഴയിലക്കകത്ത് നമ്മൾ ചോറ് വിളമ്പുവാണ് കേട്ടോ. ഇന്നത്തെ നിർബന്ധമാണ് ദേവക്കുട്ടിക്ക്. അപ്പോൾ ചോറ് ഒഴിക്കുന്നത് വാഴയിലക്കകത്തായിരിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ ചോറ് വാഴയിലക്കകത്താക്കി കറികളൊക്കെ 2 കൂട്ടം അച്ചാറും നമ്മുടെ കക്കയിറച്ചി റോസ്റ്റും ഒക്കെ വെച്ച് കഴിക്കുവാണ് കേട്ടോ. കണ്ട് നമ്മുടെ ബീഫൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ കറുപ്പിച്ചെടുത്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കക്കയിറച്ചി ഫ്രൈ ആണ്. വേറെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.